ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കീ ലേണിംഗ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്ന് വന്നിരിക്കുന്ന പ്രധാന ഉദ്ദേശം മറ്റൊന്നുമല്ല, മോണ്ടിസോറി. എന്താണ് മോണ്ടിസോറി? നമുക്കറിയാം, ഒരുപാട് ആൾക്കാരിലേക്ക് ചെല്ലാത്തതും എന്നാൽ കുറേയേറെ പേർക്ക് അറിയാത്തതുമായ ഒരു തൊഴിലവസരം മോണ്ടിസോറിയിലൂടെ എങ്ങനെ അധ്യാപകരാവാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ചെറുതായിട്ട് ഒരു വിവരണം നൽകാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഞാനൊരു വീട്ടമ്മയായതിനു ശേഷം എന്താണ് എന്റെ പഠിത്തമൊക്കെ സ്റ്റോപ്പായി. പക്ഷേ ഇപ്പൊ അയൽവക്കത്തൊക്കെ ഉള്ള ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചുമ്മാ ജനലിൽ കൂടെ അല്ലെങ്കിൽ വാതിലിൽ കൂടെ ഞാൻ ഒന്ന് നോക്കും, അവരെങ്ങോട്ടാ പോകുന്നത്, അവർ ഒരുങ്ങി പോകുന്നുണ്ടല്ലോ. എന്റെ ഉള്ളിലും ഒരു ആഗ്രഹം, എന്താണ്, എനിക്കും ഒന്ന് ജോലിക്ക് പോകാൻ. പക്ഷേ എനിക്ക് 10th സ്റ്റാൻഡേർഡേ ഉള്ളൂ, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ഫെയിൽഡ് ആണ്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ തീർച്ചയായും ഈ കൺഫ്യൂഷനുമായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അവസരമാണ് മോണ്ടിസോറി അധ്യാപകർ. വെറും ജോലിയല്ല, മോണ്ടിസോറി അധ്യാപിക എന്ന ജോലിയാണ്. നമുക്കറിയാം, അധ്യാപകർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ശ്രേഷ്ഠ പദവിയുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ, അല്ലെ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, ശരിയല്ലേ? പല അവസരങ്ങളിലും ഇതന്നെ ആ ടീച്ചർ അന്ന് പറഞ്ഞു തന്നതാ, എനിക്കന്ന് പഠിപ്പിച്ചതാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന പൊസിഷന് കാരണം, അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഈ ജീവിതത്തിന് കാരണം എന്റെ അധ്യാപികയാണ്, അവർ തന്ന മോട്ടിവേഷൻ ആണ് എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പദവി അലങ്കരിക്കുന്നവരാണ് സമൂഹത്തിൽ. അപ്പൊ അതുകൊണ്ട് മോണ്ടിസോറി അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈപ്പടിയിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. നമുക്ക് കടക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. മോണ്ടിസോറി എന്നാൽ എന്ത് എന്നറിയുമ്പോൾ മരിയ മോണ്ടിസോറി ആരാണെന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഡൈഡാറ്റിക് അപ്പാരറ്റസ് എന്ന കളിക്കോപ്പുകൾ കൊണ്ട് കുട്ടികളുടെ ഇന്ദ്രിയ വികസനത്തിന്, നമുക്കറിയാം 3 വയസ്സ് പ്രായം തൊട്ട് കുട്ടികളുടെ ഇന്ദ്രിയ വികസനം സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്, അല്ലെ? ഇന്ദ്രിയ വികസനങ്ങളിലൂടെ എങ്ങനെ പഠിപ്പിക്കാം, അല്ലെ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത മൂലം എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്ത് മോണ്ടിസോറി ഫിലോസഫിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് മോണ്ടിസോറി ട്രെയിനിങ്ങിലൂടെ പഠിക്കാനുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഒരു കുഞ്ഞ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിനോട് നമ്മൾ മഴ എന്താണ്, മഴവിൽ എന്താണ്, നിറങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പൊ അവിടെ എന്താണ്? കളിക്കോപ്പുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വസ്തുക്കൾ കൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു രീതിയാണ് മോണ്ടിസോറി ട്രെയിനിങ്ങിലൂടെ പ്രീ പ്രൈമറിക്കും താഴെ ലെവലിലുള്ള കുട്ടികളെ എന്ത് ചെയ്യുകയാണ്? pre-KG സെഷനിലെ കുട്ടികളെ ട്രെയിനിങ്ങിലൂടെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് മരിയ മോണ്ടിസോറിയുടെ ഫിലോസഫി അനുസരിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി മോണ്ടിസോറി കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, അല്ലെ മോണ്ടിസോറിയിലൂടെ ഞാൻ എങ്ങനെ പഠിക്കും? നിങ്ങൾ 10th പാസ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ്, അല്ലെ 10th പാസ്ഡ് ആയിട്ടുള്ള ഒരു വനിതയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്യാം. 10 മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്താവാം? അധ്യാപന രംഗത്തേക്ക് കടന്നു ചെല്ലാം. ഓക്കെ, അപ്പൊ ഈ 10 മാസത്തെ കോഴ്സിലൂടെ പൂർണ്ണമായും നിങ്ങൾക്ക് നൽകുന്നത് സ്കൂളിൽ ചെന്നാൽ ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, മോണ്ടിസോറി ടീച്ചർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും കീ ലേണിംഗ് ആപ്പിലൂടെ മോണ്ടിസോറി ട്രെയിനിങ് നിങ്ങൾക്കായി നൽകുന്നുണ്ട്. ഇതിൽ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം, മോണ്ടിസോറി അധ്യാപിക എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ ഫിലോസഫിയും അറിഞ്ഞിരിക്കണം. പ്രീ സ്കൂൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം മോണ്ടിസോറി ലാബ് എന്ന് പറഞ്ഞാൽ ഡൈഡാറ്റിക് അപ്പാരറ്റസ് പോലുള്ള കളിക്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ രീതിയെ കുറിച്ചുള്ള ലാബ് ഒരു അധ്യാപിക അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിനുള്ളിൽ വരുന്നത്. അപ്പൊ ഈ സിലബസിനെ മാത്രം പഠിച്ചത് കൊണ്ടാകുമോ? നമ്മൾ 10 മാസത്തെ B.Ed കോഴ്സ് കഴിഞ്ഞ ഒരു അധ്യാപികയാകുമ്പോൾ അധ്യാപിക എന്ന് തീർത്തും പറയാവുന്ന ഒരു ലെവലിലേക്കാണ് ആ ഒരു കോളേജ് നമ്മളെ എത്തിക്കുക. പക്ഷെ അതുപോലെയല്ല നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഓൺലൈനിലൂടെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മോട്ടിവേഷൻ, കുട്ടികളുടെ അരികിൽ ചെല്ലുമ്പോൾ ബാബ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി ബൂൾ എന്ന് ചോദിക്കാനൊക്കെ ഉള്ള ഒരു പാട്ടുകൾ, അവരെ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള പാട്ടുകളൊക്കെ
പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചറിന്റെ മുഖത്ത് എന്തുണ്ടാവണം, എക്സ്പ്രഷൻ ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്താണ്, തികച്ചും ഒരു അധ്യാപികയായി മാറണമെങ്കിൽ നമ്മളിൽ ഒരുപാട് കേപ്പബിലിറ്റി നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ 10 മാസത്തെ കോഴ്സ് തികച്ചും നിങ്ങൾക്ക് എന്താണ്, ഒരു ഓഫ്ലൈൻ മോഡിൽ എങ്ങനെ കിട്ടുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കാം കീയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. തീർച്ചയായും 100% പ്ലേസ്മെന്റ് സപ്പോർട്ടോടു കൂടിയാണ് കീ മോണ്ടിസോറി ട്രെയിനിങ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എനിക്ക് വീട്ടമ്മയായിരിക്കാൻ താല്പര്യമില്ല, എനിക്കും ഒരു ടീച്ചർ ആവണം, എനിക്കും സമൂഹത്തിൽ ഒരു ജോലി ചെയ്യണം, എനിക്കും സമ്പാദിക്കണം, എനിക്കും നാളത്തെ തലമുറയെ വാർത്തെടുക്കണം, എനിക്കൊരു ടീച്ചർ ആകണം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മോണ്ടിസോറിയിലൂടെ കീ നിങ്ങളെ ഒരു അധ്യാപികയാക്കിയിരിക്കും. എല്ലാവിധ സപ്പോർട്ടോടു കൂടിയും ഞാനും ടീംസും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ടീമിലെ ഓരോ മെമ്പേഴ്സും, മെന്റേഴ്സ് ആവട്ടെ, ടീച്ചേഴ്സുകളാവട്ടെ, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ 10 മാസവും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ജോബ് സപ്പോർട്ട് നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ജോബ് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ കാണാം. ഞാൻ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മോണ്ടിസോറി എന്നാൽ എന്ത്, ആർക്കും വിട്ടുപോകരുത്. എന്താണ് ടീച്ചറെ മോണ്ടിസോറി? ഒരുപാട് കേട്ടിട്ടുണ്ട്, യൂട്യൂബുകളിലൊക്കെ കാണുന്നുണ്ട് മോണ്ടിസോറി മോണ്ടിസോറി. എന്താണ് മോണ്ടിസോറി എന്ന് ചോദിക്കുന്നതിന് ഒരു ചെറിയ മറുപടിയുമായാണ് വന്നിരിക്കുന്നത്. വീണ്ടും മറ്റു ക്ലാസ്സുകളിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.